വർഗീയമായ ചാപ്പകുത്തൽ അഥവാ കമ്മ്യൂണൽ പ്രൊഫൈലിംഗ് എന്നത് ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പ്രവർത്തന പദ്ധതിയുടെ അനിവാര്യ ഘടകമാണ്. ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിൽ നാം അത് കണ്ടതാണ്. ജൂതർക്ക് മഞ്ഞ ത്രികോണം, രാഷ്ട്രീയ തടവുകാർക്ക് ചുവപ്പൻ ത്രികോണം, തെരുവുവാസികളായ യാചകർക്ക് കറുപ്പ് ത്രികോണം, സ്വർഗരതിക്കാർക്ക് പിങ്ക് ത്രികോണം എന്നിങ്ങനെയൊക്കെയായിരുന്നു ആ ചാപ്പകുത്തൽ. നമ്മുടെ രാജ്യത്ത് 28 വർഷമായി BJP ഭരണം തുടരുന്ന ഗുജറാത്തിൽ ദേഹത്ത് പതിപ്പിക്കുന്ന ചാപ്പയ്ക്ക് തുല്യമായി ചില ചാപ്പകുത്തലുകൾ അരങ്ങേറുകയാണ്. എഡിറ്റേഴ്സ് ടേക്കിലേക്ക് സ്വാഗതം. സാമൂഹിക പ്രവർത്തക ശബ്നം ഹാഷ്മി പുറത്തുവിട്ട കുറിപ്പിലൂടെയാണ് ഗുജറാത്ത് സർക്കാരിൻ്റെ വർഗീയ തീവ്രവാദി ചാപ്പകുത്തലിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കഥ പുറം ലോകമറിഞ്ഞത്. ആ കുറിപ്പ് ഇവിടെ വായിക്കുകയാണ്. ശബ്നം ഹാഷ്മി തന്നെ അതിൻ്റെ ആപത്തും വിവരിക്കുന്നുണ്ട് എന്നതിനാൽ. ഇന്ന് ഏറെ വെളുപ്പിന് 2:15 AM സഹൽ ഖുറേഷി അഹമ്മദാബാദിൽ നിന്ന് എനിക്ക് അങ്ങേയറ്റം നടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് അയച്ചു തന്നു. 3:15 ആകുമ്പോഴേക്ക് ഞാനത് AI ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രധാന മാധ്യമ സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അയച്ചു കൊടുത്തു. ഇത് ഞാൻ എല്ലാവരെയും അറിയിക്കുന്നത് എന്തിനെന്നോ, മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മേൽ കടുത്ത നിർത്താത്ത സമ്മർദ്ദം വേണം. ഇത് നിശബ്ദതയ്ക്കോ മയപ്പെട്ട പ്രസ്താവനകൾക്കോ ഉള്ള നേരമല്ല. രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഏറ്റവും ഉയർന്ന ഗൗരവത്തോടെയും തിരക്കിട്ടും ഏറ്റെടുത്തേ മതിയാകും. പ്രതിപക്ഷത്തിനും പൊതുസമൂഹത്തിനും ഇതിൽ ഒന്നും ചെയ്യാതിരിക്കാനാവില്ല. ഈ ഡോക്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, പുതുതായി രൂപം കൊടുത്ത ആൻറ്റി റാഡിക്കലൈസേഷൻ സെല്ലിന് വേണ്ടി ഗുജറാത്ത് പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കിയ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ അഥവാ SOPയും റോഡ് മാപ്പും ഇക്കഴിഞ്ഞ ജൂൺ 1 ഇത് പുറത്തിറക്കിയത്. നമുക്ക് വളരെ വ്യക്തമാണ്, ദേശീയ സുരക്ഷ എന്ന വ്യാജ ആഖ്യാനത്തിൻ്റെ മറവിൽ പച്ചയായ വർഗീയ മുദ്രകുത്തൽ സ്ഥാപനവൽക്കരിക്കുകയാണ് ഗുജറാത്ത് സർക്കാർ. വെറും സാധാരണമായ മതപരവും സാംസ്കാരികവുമായ സ്വത്വത്തെ ക്രിമിനൽ വൽക്കരിക്കാൻ സർക്കാർ സംവിധാനം ആയുധമാക്കുന്നു. ഇത് ഭരണഘടനയുടെ നേർക്കുള്ള വിദ്വേഷപൂർണമായ ആക്രമണമാണ്.